കാത്തിരിപ്പ്. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 38. ഇറങ്ങട്ടെ. ഗിരി, അയാളൊരു പാവമാണ് രുക്കു. അയാളെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചുകൂടെ? അത്രമാത്രം രുക്കുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് രുദ്രൻ യാത്ര പറഞ്ഞിറങ്ങി. ജാനിക്ക് വിഷമം തോന്നി. പോകരുതെന്ന് ഉറക്ക വിളിച്ച് പറയണമെന്ന് തോന്നി. ഇനിയും അകന്നിരിക്കാൻ പറ്റില്ലെന്ന് പറയാൻ തോന്നി. പക്ഷേ ഒച്ച പുറത്തു വന്നില്ല. പകരം കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇത്രയും നാൾ അകന്നിരുന്നിട്ടും ഇത്രയും സ്നേഹം മനസ്സിൽ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചു? കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ രുക്കു ജാനിയെ തന്നെ നോക്കി നിന്നു. കാരണം കുറച്ച് ദിവസമായി അവൾ കാണുന്നതാണ് രുദ്രനും ജാനിയും തമ്മിലുള്ള സ്നേഹം. ഇത്രയും സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് എന്തിനാ മോളെ നിങ്ങൾ? രുക്കുവിൻ്റെ ഒച്ചയിടറി. സാരമില്ല ചേച്ചി, ചില വേർപാടുകൾ ചിലപ്പോൾ നല്ലതിനായിരിക്കും. ഇപ്പോഴെല്ലാം ശരിയായില്ലേ ചേച്ചി? ഗിരിയേട്ടൻ വരുമ്പോൾ ദേഷ്യം കാണിക്കരുത്. ഗിരിയേട്ടനെ കേൾക്കാൻ തയ്യാറാവണം. ഇല്ല മോളെ, അത് മാത്രം പറ്റില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. അടഞ്ഞുപോയ അധ്യായമാണത്. ഇനി അത് തുറക്കേണ്ട. നീ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടാൽ മതി. ഇപ്പോൾ അതാണ് ചേച്ചിയുടെ സന്തോഷം. ഇല്ല ചേച്ചി, ചേച്ചിക്കൊരു ജീവിതം ഉണ്ടാകാതെ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കില്ല. തെറ്റുകാരി ഞാനാണ്. എന്നിട്ടും ചേച്ചി എന്നോട് ക്ഷമിച്ചില്ലേ? അതിന് കാരണം എന്താ? കൂടപ്പുറപ്പായതുകൊണ്ട്. പക്ഷെ ഗിരിയേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ ചെയ്ത തെറ്റിന് ആ പാവത്തിനെ ശിക്ഷിക്കേണ്ട. ഞാനല്ലേ എല്ലാത്തിനും കാരണം. നമ്മുടെ അച്ഛൻ മരിക്കാനും അമ്മ ഈ അവസ്ഥയിലാകാനും പിന്നെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാകാനും എല്ലാത്തിനും ഞാനാണ് കാരണം. ആ എന്നെ വെറുക്കാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ലേ? പിന്നെ എന്താ ഗിരിയേട്ടനെ? ചോദിക്കുമ്പോൾ ജാനി കരഞ്ഞു പോയിരുന്നു. എനിക്കറിയില്ല മോളെ, ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും. എനിക്ക് കഴിയാഞ്ഞിട്ടാണ്. ചേച്ചിക്ക് ഗിരിയേട്ടനോട് വെറുപ്പാണോ? ചോദിക്കുമ്പോൾ ജാനിയുടെ ഒച്ചയിടറി. ഇല്ല, എനിക്കൊരിക്കലും വെറുക്കാൻ കഴിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പിന്തിരിഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലട്ടെ? രുക്കു ജാനിയുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അപ്പുറത്തേക്ക് പോയി. രുദ്രനെ കണ്ടപ്പോൾ ശിവ അടുത്ത് വന്ന് ചേർത്ത് പിടിച്ചു. പറയടാ മോനും ജാനിയും സുഖം. വിട്ടിട്ട് വന്നതിൽ ചെറിയ വിഷമം തോന്നുന്നുണ്ട്. അപ്പൂട്ടൻ അവൻ എന്നെ വിടുന്നില്ല ശിവ. ചെക്കൻ്റെ മണമാണ് എൻ്റെ ശരീരം മുഴുവനും. രുദ്രൻ്റെ സന്തോഷം വാക്കുകളിൽ തെളിഞ്ഞു നിന്നു. അമ്മയെ കാണാൻ പോകുന്നില്ലേ? പോകണം. ഇന്നലെ ആ ഹോം നേഴ്സ് വിളിച്ചിരുന്നു. അമ്മ എഴുന്നേറ്റ് നടന്നെന്ന്. അവശതയൊക്കെ മാറി. ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ നല്ല മാറ്റം കണ്ടു തുടങ്ങി. അപ്പോഴേ ഞാൻ വിചാരിച്ചു വേഗം എഴുന്നേൽക്കുമെന്ന്. പിന്നെ മാനസി ഇന്നലെ വന്നിരുന്നു. കുറച്ച് ഷോയൊക്കെ കാണിച്ചാണ്. വന്നപ്പോൾ നിതയുണ്ടായിരുന്നു. അവൾ ശരിക്ക് പറഞ്ഞു. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടായോ ഇതിനിടയിൽ? ഇവിടെ പ്രത്യേകിച്ച് അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ വീട് വരെ പോകുന്നു. എനിക്ക് അമ്മയോടൊപ്പം സംസാരിക്കണം. മാനസി ആൻറ്റിയോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് മതി എല്ലാം. കുറച്ച് സാവകാശം കൊടുക്കണം ആൻറ്റിക്ക്. കാരണം ഇപ്പോൾ ഒന്നാകെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അറിയാ ശിവ, ഞാൻ എന്നാൽ ഇറങ്ങട്ടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ ഇറങ്ങി. ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ണിയും ആശയും ശ്യാമയും മടിച്ചു മടിച്ച് രുദ്രൻ്റെ മുന്നിൽ വന്നു. അന്ന് ആദ്യമായി അവരെയൊക്കെ നോക്കി രുദ്രൻ പുഞ്ചിരിച്ചു. അളിയ, എൻ്റെ ചേച്ചി എന്ത് ചെയ്യുന്നു? ഉണ്ണി രുദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ അങ്ങനെ ഒരു പ്രവൃത്തി ശരിക്കും രുദ്രനെ ഞെട്ടിച്ചു കളഞ്ഞു. ആശയും ശ്യാമയും ഇതെന്തു കൂത്ത് എന്ന് നോക്കി നിൽക്കുവാണ്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പിന്നെ എൻ്റെ അളിയനല്ലേ? അല്ലേ അളിയ? ഉണ്ണിയുടെ പറച്ചിൽ കേട്ടപ്പോൾ രുദ്രന് ചിരി വന്നു. സാർ, ജാനി ഓക്കെ അല്ലേ? ഓക്കെയാണ്, കുഴപ്പമില്ല. മോൻ അപ്പൂട്ടൻ? അമ്മയും മോനും സുഖമായിരിക്കുന്നു. ഉണ്ണിയുടെ തോളിൽ ചേർത്ത് പിടിച്ചാണ് രുദ്രൻ ആശയോടും ശ്യാമയോടും സംസാരിച്ചത്. തൽക്കാലം ഇവിടെ ആരും ഒന്നും അറിയണ്ട. കുറച്ച് ജോലികൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരെയും അറിയിക്കാം. എന്നാൽ ശരി സാർ, ഞങ്ങൾ ചെല്ലട്ടെ. ആശയും ശ്യാമയും യാത്ര പറഞ്ഞു പോയി. അപ്പോഴും രുദ്രൻ ഉണ്ണിയുടെ മേലുള്ള പിടി അയച്ചില്ല. നീ എന്താ നിന്റെ ചേച്ചിയെ വിളിച്ചില്ലേ? രുദ്രൻ ഉണ്ണിയെ നോക്കി ചോദിച്ചു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പേടിച്ചു പോയി. ഇനിയും എൻ്റെ ചേച്ചിയെ സങ്കടപ്പെടുത്തല്ലേ സാർ? ഉണ്ണിയുടെ ഒച്ചയിടറി. ഇല്ലടാ, ഇനി ഞാൻ എൻ്റെ പെണ്ണിനെ സങ്കടപ്പെടുത്തില്ല. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. ഇനിയും അതൊന്നും ഉണ്ടാവില്ല. താൻ എന്നെ സാറെന്ന് വിളിക്കേണ്ട, അളിയ എന്ന് വിളിച്ചാൽ മതി. അത് കേൾക്കാനും ഒരു സുഖമുണ്ട്. മുറ്റത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് രുക്കു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നത്. ജാനി അപ്പൂട്ടനുമായി ഉറങ്ങാൻ കിടന്നു. അമ്മയെ തുടച്ച് ഇപ്പോൾ മാറ്റിയതേ ഉള്ളൂ.
അത് കഴിഞ്ഞ് അല്പം കിടക്കാമെന്ന് കരുതിയപ്പോഴാണ് ആരോ വന്നത്. ഉടുത്തിരിക്കുന്ന നേരിയതിൽ കൈയും മുഖവും തുടച്ചുകൊണ്ട് രുക്കു പുറത്തേക്ക് വരുമ്പോൾ ബൈക്കിൽ വന്നത് ഗിരിയായിരുന്നു. വീടിൻ്റെ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. അകത്തേക്ക് കയറണമോ വേണ്ടയോ എന്നാലോചിച്ച് രുക്കുവും എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ജാനിയെ ഉണർത്താനും വയ്യ. വീട്ടിൽ കയറി വന്ന ഒരാളെ അകത്തേക്ക് ക്ഷണിക്കാതിരിക്കുന്നത് മര്യാദയല്ല. കയറിയിരിക്കാം, രുക്കു പുറത്തേക്ക് നോക്കി പറഞ്ഞു. ഗിരി മടിച്ച് അകത്തേക്ക് കയറിയിരുന്നു. ഇപ്പോഴും രുക്കുവിനെ ഫേസ് ചെയ്യാൻ ഗിരിയെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നതായിരുന്നു സത്യം. ഒരു തെറ്റും ചെയ്യാത്ത അവളോട് എന്താശ്വാസവാക്ക് പറയുമെന്നായിരുന്നു ഗിരിയുടെ മനസ്സിൽ. അപ്പോൾ ആരുടെയൊക്കെയോ തീരുമാനത്തിലും എടുത്തുചാട്ടത്തിലും നഷ്ടപ്പെട്ടു പോയത് തങ്ങളുടെ ജീവിതമായിരുന്നു. അന്നത്തെ അവസ്ഥയിൽ അമ്മയെ എതിർക്കാൻ കഴിഞ്ഞില്ല. അതാണ് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോഴും അമ്മയെ എതിർക്കാൻ കഴിയില്ല. പക്ഷേ രുക്കു അവളെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. അവളുമൊത്തൊരു ജീവിതം എത്രയോ സ്വപ്നം കണ്ടതാണ്. എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. ആഗ്രഹിച്ച ജീവിതം കൈവെള്ളയിൽ നിന്നും ഒലിച്ചു പോകുന്നത് നിർനിമേഷനായി നോക്കി നിന്നു. എതിർത്തൊരു വാക്കുപോലും പറയാൻ കഴിയാതെ അല്പനേരം കൂടി കൈവരിയിലിരുന്നു. സംസാരിക്കാൻ തുടക്കം കിട്ടാത്ത പോലെ. അപ്പുറത്തെ മുറിയിലെ കതകും ചാരി നിന്നവളുടെ മനസ്സും കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറുന്നുണ്ടായിരുന്നു. മുന്നിൽ തലയും താഴ്ത്തിയിരിക്കുന്നവൻ്റെ ഭാഗത്തും ന്യായമുണ്ട്. അത്രയും നാട്ടുകാരുടെ മുന്നിൽ തലയും കുനിച്ചു നിൽക്കേണ്ടി വന്ന മനുഷ്യൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ആരോപണ വിധേയയായി തലയും കുനിച്ചു നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുന്ന കുടുംബത്തിൽ നിന്നും എങ്ങനെ വിവാഹം കഴിക്കും? അമ്മയുടെ വാക്കനുസരിച്ചു കുടുംബത്തിൻ്റെ മാനം പോകാതെ നോക്കി. ഇതിലെവിടെയാണ് അയാളുടെ തെറ്റ്? ഇല്ല, തെറ്റ് ചെയ്തില്ല. പക്ഷെ തൻ്റെ മുന്നിൽ തലകുനിച്ചു നിന്നിരുന്നു. രുക്കുവിൻ്റെ ദേഹം തളർന്ന് ചുമരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. പുറമേക്ക് ബഹളവും വിളിയും ഒന്നുമില്ലെങ്കിലും മനസ്സിൽ ആ ഒരാളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. പുറമേക്ക് ബഹളവും വിളിയും ഒന്നുമില്ലായിരുന്നെങ്കിലും മനസ്സിൽ ആ ഒരാളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് കുഞ്ഞു നോട്ടത്തിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. പക്ഷെ തൻ്റെ തെറ്റെന്താണ്? അടുത്ത ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട് രുക്കു മുഖമുയർത്തി നോക്കി. അപ്പോഴേക്കും ഗിരി അവൾക്കടുത്തായി ചുമരിൽ ചാരിയിരുന്നു. നിന്റെ സംശയങ്ങൾക്കൊന്നും എനിക്ക് മറുപടിയില്ല രുക്കു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ ഒന്ന് കേൾക്കാനോ ആ അവസരത്തിൽ ചേർത്ത് പിടിച്ചാനോ എനിക്ക് കഴിഞ്ഞില്ല. അമ്മയെ അനുസരിക്കേണ്ടി വന്നു. വേണ്ട ഗിരിയേട്ടാ, ഒരേറ്റുപറച്ചിൽ നിങ്ങൾക്കൊക്കെ എല്ലാം മറക്കാം, പൊറുക്കാം. പക്ഷെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ. ഒരു മാപ്പ് പറച്ചിൽ അത് വേണ്ട, കേൾക്കണ്ട എനിക്ക് ഗിരിയേട്ടാ. ആ അവസ്ഥയൊക്കെ കഴിഞ്ഞുപോയി. അവളുടെ വലത് കൈ തൻ്റെ കൈക്കുള്ളിലാക്കി ഗിരി. മാപ്പ്. ഒപ്പം അവൻ്റെ കണ്ണുനീർ തുള്ളി കൂടി കയ്യിൽ വീണ് ചിതറി. ആപത്തിൽ ചേർത്ത് പിടിച്ചില്ല, പക്ഷെ ഒരിക്കലും വെറുത്തില്ല, മറന്നതുമില്ല. തേടി വന്നപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞു. അന്വേഷിച്ചൊരുപാട്, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിന്റെ ഓർമ്മകളില്ലാത്ത ഒരു ദിവസം പോലും എന്നിലൂടെ കടന്നു പോയിട്ടില്ല രുക്കു. ഞാനീ പറയുന്നതൊന്നും നീ അനുഭവിച്ചതിൻ്റെ പകുതി പോലും ആകില്ല എന്നെനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ ഇത് പറയാൻ മാത്രമേ കഴിയൂ. നിന്നെ മറന്നൊരു ജീവിതം എനിക്കാവില്ല. അമ്മ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. സ്നേഹിക്കാനും എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. പക്ഷേ എന്നോടുള്ള വെറുപ്പ് അത് സഹിക്കാൻ കഴിയില്ല രുക്കു. അതുവരെ മൗനമായിരുന്നവൾ മുഖമുയർത്തി നോക്കി. ആ കണ്ണുകളിലെ ഭാവം വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് തുടച്ചു മാറ്റാൻ പോലും അശക്തയായ ഒരുവൾ. അവളുടെ നോട്ടം പോലും തന്നെ ദയിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. എൻ്റെ തെറ്റ് എന്തായിരുന്നു ഗിരിയേട്ടാ? ഇവിടെ എല്ലാവരെയും സ്നേഹിച്ചതോ അതോ വിശ്വസിച്ചതോ? ഒടുവിൽ ആരുമില്ലാതായത് എനിക്കല്ലേ? ഒറ്റപ്പെട്ടു പോയതും ഞാൻ മാത്രമല്ലേ? ചേർത്ത് പിടിക്കാൻ ആരുമില്ലാതെ, ഒന്ന് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരയാൻ കഴിയാതെ തളർന്നത് ഞാനല്ലേ? ആരോടും പരിഭവമില്ല, പിണക്കവുമില്ല. എല്ലാവരും എൻ്റേതല്ലേ? എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ഗിരി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. അവളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. അത്രയും പോരാടി കഴിഞ്ഞു ആ പാവം. നഷ്ടം മുഴുവനും അവൾക്കല്ലേ? എല്ലാ പേർക്കും താഴെയായി നിന്നവൾ അവളല്ലേ? പക്ഷെ അവളെ താങ്ങി നിർത്തേണ്ടവൻ അത് താനായിരുന്നില്ലേ? ഒരു കാവൽക്കാരനെ പോലെ ഞാൻ കാണും, എന്നെങ്കിലും നിന്റെ മനസ്സ് മാറും എന്ന പ്രതീക്ഷയോടെ പറഞ്ഞുകൊണ്ട് ഗിരി പുറത്തേക്കിറങ്ങി. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അകത്ത മുറിയിൽ എല്ലാം കേട്ട് ജാനി തളർന്നു കിടന്നു. ശരിയാണ്, ചേച്ചി അവൾക്കാണ് തന്നേക്കാൾ നഷ്ടം. നഷ്ടപ്പെടലിൻ്റെ കണക്ക് പുസ്തകത്തിൽ അവളെ മറന്നുപോയി. തനിക്കും കുഞ്ഞിനും അമ്മയ്ക്കുമെല്ലാം ജീവശ്വാസം നൽകിയത് ചേച്ചിയാണ്. ഓരോ തവണ തളരുമ്പോഴും താങ്ങി നിർത്തിയത് അവളാണ്. പക്ഷെ അവളുടെ സങ്കടം ആരും കണ്ടില്ല. അവൾക്കൊരു ജീവിതം ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ മറ്റാരെക്കാളും തൻ്റെ ആവശ്യമാണ്.
തൻ്റെ തകർച്ചയിൽ വീണുടഞ്ഞത് അവളുടെ ജീവിതമാണ്. രുക്കുവിൻ്റെ ജീവിതം ഭദ്രമാക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഗിരിയുടെ ബൈക്ക് അകന്നു പോകുന്ന ഒച്ച കേട്ട് രുക്ക് ചാടിപ്പിടച്ചെഴുന്നേറ്റു. അപ്പോഴേക്കും ബൈക്ക് ഇടവഴി കടന്നിരുന്നു. വേദനയോടെ അവൾ മിഴികളൊപ്പി. ചേച്ചി. ജാനിയുടെ ചിലമ്പിയുള്ള ഒച്ച കേട്ട് രുക്കു അവളെ നോക്കി. കരഞ്ഞു വീർത്ത കണ്ണുകളും ചുവന്ന മൂക്കും കണ്ടാൽ അറിയാം നല്ലവണ്ണം കരഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ കാരണം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ചേച്ചിക്കാണ്. ചേച്ചിയുടെ ജീവിതം തകർത്തതിന് ഞാനാണ് കാരണക്കാരി. അതിൻ്റെ ശിക്ഷ ഗിരിയേട്ടന് കൊടുക്കരുത്. ആ പാവം ചേച്ചിയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവഗണന ഏറ്റുവാങ്ങി വരേണ്ട കാര്യമില്ലല്ലോ. എന്നോട് ക്ഷമിക്കാൻ കഴിയുന്ന ചേച്ചിക്ക് ഗിരിയേട്ടനോട് എന്തുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല? നിങ്ങളെ എല്ലാം ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച എന്നോടല്ലേ കൂടുതൽ ദേഷ്യവും വെറുപ്പും തോന്നേണ്ടത്? ഗിരിയേട്ടനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല മോളെ. മറിച്ച് ഇന്നും ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ഒരു വാക്കുപോലും എന്നോട് പറയാതെ തലയും കുനിച്ചിറങ്ങിപ്പോയ ഗിരിയേട്ടൻ്റെ മുഖമാണ് എൻ്റെ മനസ്സ് നിറയെ. അന്ന് വിവാഹം നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെ നഷ്ടമാവില്ലായിരുന്നു. അമ്മ ഈ അവസ്ഥയിലും ആകില്ലായിരുന്നു. ഇനി അതൊട്ട് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് ചേച്ചിക്കറിയാം. പക്ഷേ ചേച്ചി ഇപ്പോൾ തനിയെ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ആർക്കും ഭാരമാകാതെ ഞാനിവിടെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞുകൊള്ളാം. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി എനിക്കൊരു ഭാരമാണോ? മറ്റൊന്നും വേണ്ട. എനിക്കെൻ്റെ അപ്പൂട്ട മാത്രം മതി. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാതിരുന്നാൽ മതി. ജാനിയുടെ കയ്യിൽ പിടിച്ച് മുറുക്കിക്കൊണ്ട് കരയുന്ന രുക്കുവിനെ വേദനയോടെ അവൾ ചേർത്ത് പിടിച്ചു. ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ഒരിക്കലും അമ്മയാകില്ല. താൻ പ്രസവിച്ചതേ ഉള്ളൂ. ഇത്രയും നാൾ നോക്കി വളർത്തിയത് ചേച്ചിയാണ്. അതുകൊണ്ട് കുഞ്ഞിൽ മറ്റാരേക്കാൾ അധികാരവും അവകാശവും ചേച്ചിക്ക് തന്നെയാണ്. അപ്പൂട്ടനെ ചേച്ചിയിൽ നിന്ന് ആരും പറിച്ചു മാറ്റില്ല. പക്ഷെ ചേച്ചിയുടെ ജീവിതം അവനിൽ മാത്രം ഒതുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഗിരിയേട്ടൻ്റെ മനസ്സിൽ എപ്പോഴും ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മനസ്സിൽ ഗിരിയേട്ടനും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം. ഉടനെ ഒരു തീരുമാനമെടുക്കണ്ട. സാവകാശം ആലോചിച്ച് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തണം ചേച്ചി. ചേച്ചിക്കൊരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും എന്നോട് പൊറക്കില്ല. അതെല്ലാം അടഞ്ഞുപോയ അധ്യായമാണ് ജാനി. വീണ്ടും അതൊന്നും തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല, ഗിരിയേട്ടൻ്റെ അമ്മ ഇപ്പോഴും ഈ വിവാഹത്തെ എതിർക്കുകയായിരിക്കും. തുടരും.